ലോകത്തിലൊരിക്കലും വീടില്ലാത്തവരുടെയും ഭൂമിയില്ലാത്തവരുടെയും എണ്ണം തീരുമോ? ഇന്ന് നമ്മൾ രണ്ടുപേരും നമ്മൾ 3 പേരും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് ഇന്ന് ഒരു കുഞ്ഞ് ഒരാശുപത്രിയിൽ ജനിച്ചു വീഴുന്നത് നാളെ 10 വർഷം കഴിഞ്ഞാൽ 18 വർഷം കഴിഞ്ഞാൽ ഭൂരഹിതരുടെ ഘട്ടത്തിലേക്ക് അണുകുടുംബങ്ങളായി മാറിയൊരു കുടുംബം വരില്ലേ? എല്ലാം ഇന്നത്തോടു കൂടി അവസാനിക്കും. അങ്ങനെയില്ല. ഇന്ന് കണ്ടെത്തുന്ന അതിദരിദ്രർ, അതായത് ഭൂമിയും വീടും ഇല്ലാത്തവരല്ല, അവർ ഇനിയും കേരളത്തിലുണ്ടാകും. അതിന് ലൈഫും പട്ടയ മെഷീനും ഒക്കെ തുടരും. അവർക്ക് സഹായകരമായ അത്തരം പദ്ധതികൾ കൊണ്ടുപോകും. കേവലം വീടും ഭൂമിയും എന്നതിനേക്കാൾ അപ്പുറത്ത് ദാരിദ്ര്യത്തെക്കാൾ താഴെ ഏറ്റവും ഭീകരമായ വിധത്തിൽ ദുരിതമനുഭവിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഒരു ഗുണകരമായിട്ടുള്ള മാറ്റമുണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ക്ഷീരമുള്ളൊരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകുന്ന കൗതുകം എന്ന വിധത്തിൽ ചർച്ച ചെയ്യുന്ന ആളുകൾക്കാണ് ഇത്ര മൈന്യൂട്ടായ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ഇങ്ങനെ പോയത്. ഒരു ഗവൺമെന്റ് 3.25 കോടിയോളം വരുന്ന മലയാളി എടുത്ത അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടം പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം നേടിയതാണ്. അതിനെ ഏതെങ്കിലും ഒറ്റ പോയിന്റ് മാത്രം ഉന്നയിച്ചുകൊണ്ട് ആക്രമിക്കുന്നത് ഒരു ഗുണം. നിങ്ങൾ ആക്രമിച്ചു എന്നല്ല ഞാൻ പറയുന്നത്. അത് അത്തരം ചില കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്നത് ഈ നവംബർ 1 നടക്കുന്ന മഹത്തരമായിട്ടുള്ള തീർച്ചയായും നമ്മൾ പ്രഖ്യാപനം എന്ന് പറയുന്നത് ആവർത്തിച്ചു പറയുന്നു. നമ്മൾ ആമുഖത്തിൽ തന്നെ സൂചിപ്പിച്ചു, അങ്ങനെ ഒരു പ്രഖ്യാപനം വരുന്നത് കേരളത്തിന് ഏറെ സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ആളുകൾ ചില വിമർശനങ്ങളും സംശയങ്ങളും ഉന്നയിക്കുമ്പോൾ അത് താങ്കളോട് ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, അതായത് ഈ ആഗോളതലത്തിൽ ഒരു മാനദണ്ഡം ഇക്കാര്യത്തിലുണ്ടോ? ആഗോളതലത്തിൽ ഒരു മാനദണ്ഡം അതിദരിദ്രരാരാണ് എന്ന്, അതായത് ഒരു വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്ന ആളുകളാണ് അതിദരിദ്രർ എന്ന് പറയാൻ കഴിയുമോ? അതായത് ഇനി മുതൽ കേരളത്തിലെ ഏറ്റവും ചുരുങ്ങിയ ഒരു കുടുംബത്തിന് ഏറ്റവും ചുരുങ്ങിയ ഇത്ര വരുമാനം ഇന്നു മുതൽ ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്കൊരു വരയ്ക്കാൻ പറ്റുന്നില്ല മിനിസ്റ്റർ ഇത്ര നേരം സംസാരിച്ചിട്ടും. അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്. എനിക്കിപ്പോഴും നിങ്ങൾക്കിത് എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു വരയുമില്ല. ദാരിദ്ര്യരേഖയുടെ വരയല്ല ഇത്. ദാരിദ്ര്യരേഖയുടെ വരയും കഴിഞ്ഞ് ഒരു ഒറ്റപ്പെട്ട സാമൂഹ്യ ജീവിതത്തിന്റെ 64,006 കുടുംബങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിൽ എന്ന് കാണുന്നതാണ് പ്രശ്നം. ലോകത്തിന്റെ വിശപ്പിന്റെ ഇൻഡെക്സ് എടുത്ത് പരിശോധിച്ചാലും ദാരിദ്ര്യത്തിന്റെ ഇൻഡെക്സ് എടുത്ത് പരിശോധിച്ചാലും ചിലപ്പോൾ 1% താഴെ നിൽക്കുന്ന ഒരു നമ്പർ മാത്രമുള്ള കേരളമാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത്. 0.5ഉം 7ഉം ഒക്കെ ആയിട്ടുണ്ടായിരുന്ന അത്ര മൈന്യൂട്ടായി ഒറ്റപ്പെട്ടു പോയ മനുഷ്യർ, അവരെയാണ് അതിദരിദ്രർ എന്ന് ഉന്നയിച്ചത്. അതിദരിദ്രർക്ക് ആഗോളതലത്തിൽ വരച്ച വര ഏതാന്ന് ഞങ്ങൾക്കറിയില്ല. കേരളത്തിൽ നമ്മളൊരു മാനദണ്ഡം ഉണ്ടാക്കി. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ കടന്നുപോയി. അതിൽ വീടില്ലാത്ത ഒരുത്തനുണ്ട്, അയാൾ അതിദരിദ്രനാവുമെന്ന് എങ്ങനെ നിശ്ചയിക്കാൻ പറ്റും? അയാൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള വരുമാനം ഉണ്ടാകും. മാസം എങ്ങനെങ്കിലും ചുമട്ട് തൊഴിലോ മറ്റു തൊഴിലിനോ പോയിട്ട് അയാൾക്കൊരു വരുമാനം ഉണ്ടാകും. അയാൾക്ക് വീട്ടിൽ അഗതിയല്ലാത്ത വിധത്തിലൊരു ജീവിതം നയിക്കാൻ പറ്റുന്നുണ്ടാകും. ഒരു പ്രയാസമുണ്ടായാൽ തൊട്ടപ്പുറത്ത് ഏതെങ്കിലും ബന്ധുക്കൾ വന്ന് ഒപ്പം ചേരാനുണ്ടാകും. 2 മക്കളുടെ വരുമാനം ഉണ്ടാകും. ഇതൊന്നുമില്ലാതെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോയ തികച്ചും നിരാലംബനായ മനുഷ്യൻ. ഈ 64,006 പേരുടെ പട്ടികയൊന്ന് മീഡിയ വൺ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനും തമ്മിലുള്ളൊരു വ്യത്യാസം എന്താണ്. നമ്മൾ അതിദരിദ്രം എന്ന് പറയുന്നത് എല്ലാ ദിവസവും വരുമാനമില്ലാത്തവനാണോ? ആ വരുമാനമില്ലാത്തവന് 2,000 രൂപ 60 വയസ്സ് കഴിഞ്ഞാൽ കൊടുക്കുന്ന ഒരു കേരളമാണ് നവകേരളം. ആ വരുമാനമില്ലാത്ത 35നും 60നും പെടുന്ന വീട്ടമ്മയ്ക്ക് 1000 രൂപ വരുമാനമായി കൊടുക്കുന്ന ഒരു കേരളമാണ് നവകേരളം. ആ കുടുംബത്തിൽപ്പെട്ട AY കാർഡുള്ള അല്ലെങ്കിൽ 1 ലക്ഷം മാത്രം ഒരു മാസം സമ്പാദ്യമായിട്ട് കിട്ടാവുന്ന ഒരാൾക്ക്, ഒരു വർഷം സമ്പാദ്യമായി കിട്ടാവുന്ന ഒരു ദരിദ്രന്റെ മകന് +2 ITIയോ പോളിടെക്നിക്കോ കഴിഞ്ഞ് പരീക്ഷ എഴുതാൻ പോകുന്ന നേരത്ത് വണ്ടിക്കൂലിക്കോ അപേക്ഷ ഡൗൺലോഡ് ചെയ്യാനോ ഉള്ള പണമെങ്കിലും കൊടുക്കണം എന്ന് കരുതി മാസം 1000 രൂപ കൊടുക്കാൻ കഴിയുന്ന ഒരു നവകേരളമാണ്. ഇവർക്കൊക്കെ അതുണ്ട്. അതിനെ സഹായിക്കലാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നൊരു വീട്ടമ്മയ്ക്ക്, വീട്ടിലെ പണി ചെയ്യുന്നൊരു വീട്ടമ്മയ്ക്ക് 1000, 60 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് 2000, ജോലിക്ക് പോകാൻ കാത്തിരിക്കുന്ന ഒരു കുഞ്ഞിന് 1000. ഇതൊന്നുമില്ലാത്ത മനുഷ്യരെ കുറിച്ചാണ് ഞങ്ങൾ അതിദരിദ്രർ എന്ന പറഞ്ഞ ഗണത്തിൽപ്പെടുത്തിയത്. പ്രതീക്ഷിക്കാൻ, ഒരു വരുമാനം ഉണ്ടാക്കി തരാൻ ഒരു കുഞ്ഞിന് പോകാൻ പറ്റാത്ത ഒരാൾ, ഏതെങ്കിലും വിധത്തിൽ ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരാൾ, ഏത് തരത്തിലും വീടോ ഭൂമിയോ കണ്ടെത്താൻ പറ്റാത്ത ഒരാൾ, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ലാത്ത ഒരാൾ, കഠിനമായ രോഗത്തിൽപ്പെട്ടാൽ കുടുംബശ്രീക്ക് പോലും പിടിക്കാൻ പറ്റുന്ന ഗണത്തിൽപ്പെടാത്ത ഒരാൾ, അവരെ മാറ്റുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം.